الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له الحق المبين وأشهد أن محمدا عبده ورسوله الصادق الأمين أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك وصلوات الله عليه وعلى آله والصحابة الطيبين الطاهرين الفائزين برضا الله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ച അസ്മാഉല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ തൗഫീഖോടു കൂടി അള്ളാഹുവിൻ്റെ തിരുനാമങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് മുഖേന നമുക്ക് കിട്ടാവുന്ന നേട്ടങ്ങളും ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. അതായത് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും അത്യുത്തമമായ നാമങ്ങളാണ് എന്നും അവൻ്റെ നാമങ്ങൾ തൗഖീഫിയ അഥവാ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടവ മാത്രമേ നാമങ്ങളായി വിശ്വസിക്കാവൂ എന്നും അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സഹായകമാകുന്ന കാര്യമാണ് എന്നും അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇഹ്സാ ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ട് എന്നും ഇഹ്സാ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കാൻ പാടില്ല എന്നും അള്ളാഹുവിൻ്റെ നാമങ്ങൾ മറ്റൊരാളിലേക്ക് ചേർത്തി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നാമങ്ങൾ അല്ലെങ്കിൽ പിന്നെ അബ്ദ് എന്ന് ആ നാമങ്ങളിലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്നും, ഉദാഹരണമായി അബ്ദുർ റഷീദ്, അബ്ദു മനാഫ് പോലുള്ള പേരുകൾ ഹറാമാണ് എന്നുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള നാമമാണ് മലിക്കുൽ അംലാക്ക്, ഷഹിൻഷാ പോലുള്ള പേരുകളൊന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ നാമം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള അള്ളാഹ് എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു എന്ന നാമമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് ഏത് പദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്ന് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അതിലേറ്റവും ശരിയായത് ഇലാഹ്, ആരാധ്യൻ എന്നർത്ഥമുള്ള വാക്കിലേക്ക് അലിഫ് ലാം അൽ ഇലാഹ് എന്ന് ചേർന്നുകൊണ്ട് അത് ഉച്ചരിക്കാനുള്ള ഏറ്റവും സൗകര്യപ്രദമായി അള്ളാഹ് എന്ന് ഉച്ചരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അള്ളാഹു എന്ന നാമമാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം തവണ വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ തിരുനാമം.
പണ്ഡിതന്മാർ അള്ളാഹു എന്ന നാമത്തെക്കുറിച്ച് പറഞ്ഞത് വഹുവൽ ഇലാഹുൽ ഹഖ്, അവനാണ് യഥാർത്ഥ ആരാധ്യൻ, ലി ജമീഇൽ മഖ്ലൂഖാത്ത്, മുഴുവൻ സൃഷ്ടികൾക്കും ആരാധിക്കാനുള്ള യഥാർത്ഥ ആരാധ്യൻ എന്നാണ് അള്ളാഹു എന്ന വാക്കിൻ്റെ അർത്ഥം. വലാ മഅബൂദ ബിഹഖിൻ ഇല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യൻ ഇല്ലേ ഇല്ല. ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു വഹുവൽ ഇസ്മുൽ ജാമിഉ ലി ജമീഇൽ അസ്മാഇൽ ഹുസ്ന വസ്സിഫാത്തിൽ ഉല, അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും അവൻ്റെ എല്ലാ വിശേഷണങ്ങളും ഒത്തുചേരുന്ന ഒരു നാമമാണ് അള്ളാഹു എന്ന നാമം. എന്നു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇതര നാമങ്ങളെല്ലാം ഉണ്ടാകുന്നത് അള്ളാഹു എന്ന നാമത്തിൽ നിന്നാണ്. സൃഷ്ടാവും സംരക്ഷകനും നിയന്താവും രക്ഷിതാവുമായ ഏകനായവനെ കുറിക്കുന്ന നാമമാണ് അള്ളാഹു എന്ന നാമം. പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു എന്ന നാമത്തിന് 100% യോജിച്ച ഒരു അർത്ഥം ഒരു ഭാഷയിലും പറയാൻ സാധിക്കുകയില്ല എന്നാണ്. അള്ളാഹു എന്ന വാക്കിന് യോജിച്ച അതേ രൂപത്തിലുള്ള ഒരു അർത്ഥം ഇതര ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി പറയുക അസാധ്യമാണ്. എന്നാൽ മനസ്സിലാക്കാൻ വേണ്ടി ചില അർത്ഥങ്ങൾ പറയാം എന്നു മാത്രം. മലയാളത്തിലേക്ക് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുമ്പോൾ ആരാധ്യൻ, യഥാർത്ഥ ദൈവം, പരമേശ്വരൻ എന്നൊക്കെയാണ് അർത്ഥം കൽപ്പിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, അസ്മാഉൽ ഹുസ്നയുടെ ആശയങ്ങളെ മുഴുവൻ തേടുകയും മൊത്തത്തിൽ അവയെ അറിയിക്കുകയും ചെയ്യുന്ന നാമമാണ് അള്ളാഹു എന്ന നാമം. സഹോദരങ്ങളെ, അള്ളാഹു എന്ന നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, അതിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ ചില വാചകങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടേണ്ട വാക്കുകളാണ്. അദ്ദേഹം പറയാണ്, ഇസ്മുൽ ജലാല, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്വമുള്ള നാമമായ അള്ളാഹു എന്ന നാമം മാ ദുകിറ ഫീ ഖലീലിൻ ഇല്ലാ കസ്സറഹു, അല്പമുള്ള കാര്യങ്ങളിലേക്ക് അള്ളാഹു എന്ന നാമം ചേർത്തി വെച്ചാൽ അത് അധികമാകും. വലാ ഇൻദ ഖൗഫിൻ ഇല്ലാ അസാലഹു, ഭയമുള്ള സമയത്ത് അള്ളാഹു എന്ന നാമം ഉച്ചരിച്ചാൽ ആ ഭയം നീങ്ങിക്കിട്ടും. വലാ ഇൻദ കിർബിൻ ഇല്ലാ കശഫഹു, ദുഃഖവും പ്രയാസവും വരുമ്പോൾ അള്ളാഹു എന്ന വാക്ക് ഓർത്തു കഴിഞ്ഞാൽ ആ ദുഃഖം നീങ്ങിപ്പോകും. വലാ ഇൻദ ഹമ്മിൻ വലാ ഗമ്മിൻ ഇല്ലാ ഫറജഹു, മനോവിഷമമോ മനോദുഃഖമോ ഉണ്ടാകുമ്പോൾ അള്ളാഹു എന്ന വാക്കുച്ചരിച്ചാൽ ആ ദുഃഖവും വിഷമവും അകന്നുപോകും. വലാ ഇൻദ ലീഖിൻ ഇല്ലാ വസ്അഹു, കുടുസ്സത നേരിടുമ്പോൾ, ഇടുക്കം നേരിടുമ്പോൾ അള്ളാഹു എന്ന നാമം ഉച്ചരിച്ചാൽ അവന് വിശാലതയും ആശ്വാസവും ലഭിക്കും. വലാ തഅല്ലഖ ബിഹി ലഈഫുൻ ഇല്ലാ ഖദ്ദാഹു, ദുർബലനായൊരു മനുഷ്യൻ അള്ളാഹുവിനേക്ക് ജീവിതത്തെ ബന്ധിപ്പിച്ചാൽ അള്ളാഹു എന്ന നാമം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ ഓർത്താൽ ആ നാമം അവന് ശക്തി പകരും. വലാ ദലീലിൻ ഇല്ലാ അഅസ്സഹു, പ്രതാപം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് അള്ളാഹു എന്ന നാമം ഉച്ചരിച്ചാൽ അവൻ്റെ പ്രതാപം വർദ്ധിക്കും. വലാ ഫഖീരിൻ ഇല്ലാ അഗ്നാഹു, ദരിദ്രനായൊരു മനുഷ്യൻ അള്ളാഹു എന്ന നാമം ധാരാളം തവണ ഉച്ചരിച്ചാൽ അവൻ ധന്യനാകും. വലാ മഗ്ലൂബിൻ ഇല്ലാ നസറഹു, തോറ്റുപോയൊരു മനുഷ്യൻ ഈ വാക്കുച്ചരിച്ചാൽ അവൻ വിജയിക്കും. നീണ്ടുപോവുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അള്ളാഹു എന്ന നാമം ഉച്ചരിച്ചാൽ കിട്ടുന്ന ഇഹപര നേട്ടങ്ങളാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇവിടെ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹു എന്ന നാമം അതിലേക്ക് ചേർത്തി മറ്റു നാമങ്ങളെ ചേർത്തി പറയണം എന്നും അല്ലാതെ മറ്റു പേരിലേക്ക് അള്ളാഹുവിനെ ചേർക്കരുത് എന്നുമാണ്. അതായത് റഹ്മാന്റെ പേരാണ് അള്ളാഹ് എന്ന് പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഒരു പേരാണ് റഹ്മാന് എന്ന് പറയണം. അസ്ലേതാണ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ മറ്റു നാമങ്ങളാണ് ഈ നാമങ്ങളൊക്കെ എന്ന് പറയണം. അല്ലാതെ റഹ്മാന്റെ നാമമാണ് അള്ളാഹു, ഖാലിക്കിൻ്റെ നാമമാണ് അള്ളാഹു എന്ന് പറയില്ല. അള്ളാഹുവിൻ്റെ നാമമാണ് ഖാലിക്ക്, അള്ളാഹുവിൻ്റെ നാമമാണ് റഹീം, അള്ളാഹുവിൻ്റെ നാമമാണ് ഗഫൂർ. ഇങ്ങനെ അസ്ല് അടിസ്ഥാനം അള്ളാഹു എന്ന നാമമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ലാ യസിഹു അയ്യുഖാല മിൻ അസ്മാഇൽ ജബ്ബാരി അല്ലാഹ്, ജബ്ബാറിന്റെ നാമമാണ് അള്ളാഹ് എന്ന് പറയൽ ശരിയല്ല. ഔ മിൻ അസ്മാഇർ റഹീം അല്ലാഹ്, അർ റഹീമിന്റെ നാമമാണ് അള്ളാഹ് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മറിച്ച് അള്ളാഹുവിൻ്റെ നാമമാണ് ജബ്ബാർ, അള്ളാഹുവിൻ്റെ നാമമാണ് റഹീം എന്നിങ്ങനെ പറയാവൂ എന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്.
സഹോദരങ്ങളെ, സൃഷ്ടികൾക്കിടയിൽ ഏറ്റവും പ്രസിദ്ധവും അവരുടെ നാവുകളിൽ അധികം തവണ വിളിക്കപ്പെടുന്നതും ഉച്ചരിക്കപ്പെടുന്നതുമായ അള്ളാഹുവിൻ്റെ നാമം അള്ളാഹു എന്ന നാമമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു എന്നതിലേക്ക് അള്ളാഹുവേ എന്ന് വിളിക്കാൻ വേണ്ടി യാ എന്ന അള്ളാഹുവേ എന്ന് വിളിക്കാൻ ചേർക്കുന്ന നിദാഇന്റെ യാ അള്ളാഹ് എന്ന് ചേർക്കുമ്പോൾ അവിടെ ആ അലിഫുൽ ലാമും നഷ്ടപ്പെടുന്നില്ല. മറ്റേത് നാമങ്ങളിലേക്കും വിളിക്കാൻ വേണ്ടി യാ ചേർത്താൽ അലിഫുൽ ലാമും എടുത്തു കളയണം. അർ-റഹ്മാൻ എന്നാണ് അള്ളാഹുവിൻ്റെ പേര്. എന്ന റഹ്മാനെ എന്ന് വിളിക്കണമെങ്കിൽ യാ അർ-റഹ്മാൻ എന്ന് പറയാൻ പാടില്ല. പിന്നെ അലിഫുൽ ലാമും കളഞ്ഞിട്ട് യാ റഹ്മാൻ എന്ന് വിളിക്കണം. അർ-റഹീം എന്ന അള്ളാഹുവിന് പേരുണ്ട്. റഹീമേ എന്ന് വിളിക്കണമെങ്കിൽ യാ അർ-റഹീം എന്ന് വിളിക്കാൻ പാടില്ല, യാ റഹീം എന്ന് വിളിക്കാവൂ. അൽ ഗഫൂർ എന്ന് അള്ളാഹുവിന് നാമമുണ്ട്. യൽ ഗഫൂർ എന്ന് വിളിക്കാൻ പാടില്ല, യാ ഗഫൂർ, അലിഫുൽ ലാമും കളയണം. എന്നാൽ അള്ളാഹു എന്ന നാമത്തിലേക്ക് നിദാഇന്റെ യാ ചേർക്കുമ്പോഴും യാ അള്ളാഹ് എന്ന് തന്നെ വിളിക്കണം. അത് ഈ ഒരു നാമത്തിന്റെ മാത്രം പ്രത്യേകതയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു. അതേപോലെ യാ എന്നതിന് പകരമാണ് അള്ളാഹുവിന്റെ കൂടെ അവസാനം ഷദ്ദുള്ളൊരു മീം കൊടുക്കുക, അള്ളാഹു ഉമ്മ. അപ്പോൾ യാ അള്ളാഹ് എന്നർത്ഥം കിട്ടും. അള്ളാഹുമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? യാ അള്ളാഹ്, അള്ളാഹുവേ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ വാചകങ്ങളിലെല്ലാം അള്ളാഹുവിനെ വിളിക്കുന്ന അള്ളാഹുവിന്റെ നാമം ഏതാണ്? അള്ളാഹു എന്ന നാമമാണ് കൂടുതലായും വന്നിട്ടുള്ളത്. റബ്ബന, റബ്ബിയൊക്കെ ഉണ്ട്, പക്ഷെ കൂടുതലും വന്നിട്ടുള്ളത് അള്ളാഹ് എന്ന അള്ളാഹുവിന്റെ നാമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അള്ളാഹു എന്ന നാമത്തോളം മീസാനിൽ ഭാരം നൽകുന്ന മറ്റൊന്നും ഇല്ല. നാളെ പരലോകത്ത് വ്യത്യസ്ത രൂപത്തിലുള്ള മീസാനിൽ വെച്ചു നോക്കൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ കർമ്മങ്ങൾ തൂക്കി നോക്കും, മനുഷ്യനെ തന്നെ തൂക്കി നോക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലയും ഇമാം തുർമുദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ സയുഖല്ലസു റജുലൻ മിൻ ഉമ്മത്തി അലാ റൂസിൽ ഖലായികി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകരുടെ മുന്നിൽ വെച്ച് ഒരു മനുഷ്യനെ ഒറ്റപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുപോകും. എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് പോകും. കാരണം എന്താ? മുഴുവൻ മനുഷ്യർക്കിടയിൽ നിന്ന് ഒരുത്തനെ മാത്രം ഒറ്റപ്പെടുത്തിയിട്ട് അള്ളാഹ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എല്ലാവരും അവനിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയൻഷുറു അലൈഹി 99 സിജില്ല കുല്ലു സിജില്ലിൻ മിസ്ല മദ്ദിൽ ബസർ. 99 കെട്ട് ഫയൽ അവന്റെ മുന്നിൽ വെച്ചു കൊടുക്കും. അവൻ ചെയ്ത തിന്മകളുടെ കെട്ട് ഫയലുകൾ, ഓരോ കെട്ട് ഫയലും കണ്ണെത്താ ദൂരത്തേക്ക് നീണ്ടു കിടക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മനുഷ്യനോട് ചോദിക്കും, അല്ല, ഇതിലേതെങ്കിലും ഒന്ന് നീ നിഷേധിക്കുന്നുണ്ടോ? ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ, എനിക്കെങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഇതൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയത് തന്നെയാണ്. എൻ്റെ മലക്കുകൾ നിന്നോട് അനീതി കാണിച്ചിട്ടുണ്ടോ? മനുഷ്യൻ പറയും, ഇല്ല റബ്ബേ, ഇതൊക്കെ ഞാൻ ചെയ്തത് മാത്രമേ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിനക്ക് വല്ല ന്യായവും ബോധ്യപ്പെടുത്താനുണ്ടോ? ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ, എനിക്ക് ഇനി ഒരു ന്യായവും ബോധ്യപ്പെടുത്താനില്ല. അപ്പോൾ അവനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാർഡ് പുറത്തെടുക്കും. ആ കാർഡ് കണ്ട് അവൻ തന്നെ ചോദിക്കും, അല്ലാഹുവേ, നന്മയുടെ ഈ കാർഡ് തിന്മയുടെ ഈ 99 കെട്ട് ഫയലുകൾക്ക് മുന്നിൽ എന്ത് ഗുണം ചെയ്യാനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ നോക്കിക്കാണുക. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കാർഡ് ഒരു തട്ടിലും അവന്റെ 99 കെട്ട് ഫയല് മറുതട്ടിലും വെച്ചു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫത്വാശത്തിസ് സിജില്ലാത്ത്. അവന്റെ 99 കെട്ട് ഫയല് വെച്ച തട്ട് മുകളിലേക്ക് അങ്ങ് പൊങ്ങിപ്പോകും. വസഖുലത്തുൽ ബിതാഖ, ആ കാർഡ് വെച്ച തട്ട് താഴത്തേക്ക് കനം തൂങ്ങും. എന്നിട്ട് അവസാനം റസൂലുള്ള പറഞ്ഞ ഒരു വാചകമാണ് നമ്മുടെ വിഷയവുമായി ബന്ധം. റസൂലുള്ള പറയാണ്, ഫലാ യസ്ഖുലു മഅസ്മില്ലാഹി ഷൈഉൻ. അല്ലാഹ് എന്ന നാമത്തോളം ഭാരമുണ്ടാക്കുന്ന ഒന്നും ഇല്ല. മീസാനിൽ അല്ലാഹു എന്ന നാമത്തോളം ഭാരമുണ്ടാക്കുന്ന മറ്റൊന്നുമില്ല എന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, വഹ്യനുസരിച്ച് മാത്രം ദീൻ പഠിപ്പിച്ച നബിയുനാ വ ഹബീബുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ, അല്ലാഹ് എന്ന് ചൊല്ലാൻ ഒരിക്കലും നമ്മൾ മറന്നു പോകണ്ട, മടിച്ചു നിൽക്കണ്ട എന്നർത്ഥം. വിശ്വാസികൾക്ക് അല്ലാഹു എന്ന നാമം കേട്ടാൽ തന്നെ രോമാഞ്ചം ഉണ്ടാകുന്നതാണ്, അല്ലേ? അവൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതാണ്.
അവന്റെ ഹൃദയം പിടക്കുമെന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവന്റെ ഹൃദയങ്ങളിൽ ഈമാൻ വർദ്ധിക്കും. വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ ആയത്തിൽ ആരാണ് മുഅ്മിനീങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എത്ര കൃത്യമാണ് സഹോദരങ്ങളെ ആയത്ത്. ഇന്നമൽ മുഅ്മിനൂന, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആരാന്നോ? ഇദാ ദുകിറല്ലാഹ്, ഇദാ ദുകിറ അല്ലാഹ്, അല്ലാഹ് എന്ന നാമം അവനങ്ങ് പറയപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവിടെ ഹൃദയങ്ങൾ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങും. അല്ലാഹ് എന്നുള്ള നാമം കേൾക്കുമ്പോഴേക്ക് പേടി തോന്നുന്നവൻ അവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേസമയം അവിശ്വാസികൾക്ക് അള്ളാഹിനെ കുറിച്ചാണ് പറയപ്പെട്ട അവർക്ക് അസഹനീയമായി തോന്നുന്ന, അവർക്ക് സഹിക്കാൻ പറ്റൂല, ഇതും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖുർആനിന്റെ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 45-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വഇദാ ദുകിറല്ലാഹു വഹദാ ഇസ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബില്ലാഹിറ വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അള്ളാഹിനെ കുറിച്ച് മാത്രം അവരോട് പറയപ്പെട്ടാൽ അവർക്ക് മനസ്സിലിങ്ങനെ ഒരു സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഫീൽ ചെയ്യും. എന്നാൽ അല്ലല്ലാത്ത പറ്റു പടപ്പുകളെ അതിലേക്ക് ചേർത്തി വെച്ചാലോ, അള്ളാഹിനെ മാത്രം എന്ന് പറഞ്ഞാൽ സഹിക്കാത്ത അല്ലല്ലാത്ത പടപ്പുകളെയും കൂടി ചേർത്തി പറഞ്ഞാൽ അവർക്ക് സന്തോഷമാകുന്ന ആളുകളാണ് പരലോകത്തിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. നിന്റെ ജീവിതത്തിൽ വിഷമവും ദുഃഖവും പ്രയാസവും ഇല്ലാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. വിശ്വാസികളെ, നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു വാചകമാണ്. എന്താണ് വാചകം? അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. വല എന്നല്ല, ലാ എന്നാണ്. റബ്ബി, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി അഹദ എന്ന നാമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ആ സഹോദരി, ആ സ്വഹാബി വനിത പ്രാർത്ഥിക്കുകയും അവരുടെ ജീവിതത്തിൽ ഏത് വിഷമം വരുമ്പോഴും പെട്ടെന്ന് അതിലേറെ വലിയ സന്തോഷം തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അവരുടെ ഭർത്താവ്. അദ്ദേഹം മരണപ്പെട്ടു. പിന്നീട് അവരെ വിവാഹം ചെയ്തത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 1-ാമത്തെ സ്വഹാബിയായ, എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട പുരുഷൻ എന്ന് അവിടുന്ന് പഠിപ്പിച്ച, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം സ്വർഗത്തിൽ പോകുന്ന വ്യക്തി എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ വിവാഹം കഴിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അസ്മാ ബിൻതു ഉമൈസിനെ വിവാഹം കഴിച്ചു. ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുകയാണ്, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ എന്ന പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ചറിഞ്ഞ സഹോദരി ആര്? അസ്മാ ബിൻത്ത് ഉമൈസ്. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ ഫലം അനുഭവിച്ചറിഞ്ഞ സ്വഹാബി വനിതയാണ് അസ്മാ ബിൻത്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന യജ്മഉ അഹ്ല ബൈത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ വീട്ടുകാരങ്ങട്ട് ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് വീട്ടുകാരോട് പറയും, നിങ്ങൾക്ക് വല്ല ദുഃഖവും വിഷമവും വരുമ്പോൾ അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ എന്ന് നിങ്ങൾ പറയണട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമവും പ്രയാസവും വരുമ്പോൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ ഭാഗമൊന്നും കൂടുതൽ വിശദീകരിക്കല്ല. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ 2000-ത്തിലധികം തവണ വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമമാണ് അല്ലാഹു എന്ന നാമം. 2062 തവണ അല്ലാഹു എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ബില്ലാഹി, വല്ലാഹി, ഫല്ലാഹു, തല്ലാഹി, ലില്ലാഹി ഒക്കെ കൂട്ടുകയാണെങ്കിൽ 2700-ലധികം തവണ അള്ളാഹുവിൻ്റെ നാമം വന്നിട്ടുണ്ട്. സ്വതന്ത്രമായി അള്ളാഹു എന്ന് മാത്രം 2062 തവണ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്ന തിരുനാമം ആവർത്തിച്ച് വന്നിട്ടുണ്ട് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലെ
34 ആയത്തുകൾ ആരംഭിക്കുന്നത് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 34 ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ആരംഭിക്കുന്നത് അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാനതൊന്നും ഓതി വിശദീകരിക്കുന്നില്ല. എന്നിരുന്നാലും ഈ ക്ലാസ് കേൾക്കുന്നവർക്കും എഴുതിയെടുക്കുന്നവർക്കും ഇനി ഇതിൻ്റെ റെക്കോർഡ് കേൾക്കുന്നവർക്കുമൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി എഴുതിയെടുക്കാൻ വേണ്ടി നമ്പറുകൾ മാത്രം പറഞ്ഞു പോകുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 15, സൂറത്തുൽ ബഖറയിലെ 255, സൂറത്തുൽ ബഖറയിലെ 257, സൂറത്തു ആലി ഇമ്രാനിലെ 2, സൂറത്തുൽ നിസായിലെ 87, സൂറത്തുർ റഅദിലെ 2, സൂറത്തുർ റഅദിലെ 8, സൂറത്തുർ റഅദിലെ 26, 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിം 2, സൂറത്തു ഇബ്രാഹിം 32, 20-ാം അധ്യായം സൂറത്തു ത്വാഹ 8, 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജ് 69, സൂറത്തുൽ ഹജ്ജ് 75, സൂറത്തുൽ നൂർ 35, സൂറത്തുൽ നംൽ 26, സൂറത്തുൽ അങ്കബൂത്ത് 62, സൂറത്തുർ റൂം 11, സൂറത്തുർ റൂം 40, സൂറത്തുർ റൂം 48, സൂറത്തുർ റൂം 54, സൂറത്തു സജ്ദ, സജദ എന്നല്ല പറയാ, എങ്ങനെ പറയാ? സജ്ദ, ജീമിന് സുക്കൂനാണ്. ചില ആളുകളൊക്കെ തെറ്റിക്കും, സജദ എന്ന് പറയും. അങ്ങനെയല്ല, സൂറത്തു സജ്ദ, സൂറത്തു സജ്ദ 4, സൂറത്തു സ്വഫാത്ത് 126, സൂറത്തു സുമർ 23, സൂറത്തു സുമർ 42, സൂറത്തു സുമർ 62, സൂറത്തു ഗാഫിർ 61, സൂറത്തു ഗാഫിർ 64, സൂറത്തു ഗാഫിർ 79, സൂറത്തു ഷൂറ 17, സൂറത്തു ഷൂറ 19, സൂറത്തുൽ ജാസിയ 12, സൂറത്തു തഗാബുൻ 13, സൂറത്തു തൊലാഖ് 12, സൂറത്തുൽ ഇഖ്ലാസ് 2. ഏതാ? അല്ലാഹു സ്വമദ്. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ 34 ആയത്തുകൾ ആരംഭിക്കുന്നത് അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൽ എല്ലാ ആയത്തുകളിലും അല്ലാഹു എന്ന നാമം വന്നിട്ടുണ്ട്. ഏതാ? ഖുർആനിന്റെ 58-ാം അധ്യായം സൂറത്തുൽ മുജാദിലയിൽ എല്ലാ ആയത്തിലും അല്ലാഹ് അല്ലാഹ് എന്ന അല്ലാഹുവിൻ്റെ തിരുനാമം വന്നിട്ടുണ്ട്. 22 ആയത്തുകളാണ് 58-ാം അധ്യായത്തിലുള്ളത്. ആ 22 ആയത്തുകളിലും അല്ലാഹു എന്ന തിരുനാമം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. 41 തവണയാണ് ആ സൂറത്തിൽ മാത്രം അല്ലാഹു എന്ന നാമം വന്നിട്ടുള്ളത്. സൂറത്തുൽ മുജാദിലയിൽ മാത്രം 41 തവണ 22 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹു എന്ന നാമം വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിശദമായി പഠിക്കേണ്ട ഒരു നാമമാണ് അല്ലാഹു എന്ന നാമം. ഞാൻ ഇൻഷാ അല്ലാഹ് വിശദമായി പറയാതെ ചില സൂചനകൾ തന്ന് വീണ്ടും ആഴത്തിൽ നിങ്ങൾ പഠിക്കണം എന്നതിലേക്കുള്ള ചില സൂചനകൾ മാത്രം നൽകുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലുന്ന പ്രധാന ദിക്റുകളിലെല്ലാം അവൻ്റെ അല്ലാഹു എന്ന നാമമാണ് വന്നിട്ടുള്ളത്. ഓരോന്നെടുത്ത് വിശദീകരിക്കണില്ല. അൽ ഇസ്തിആദ, അതാണല്ലോ ഖുർആൻ ഓതുമ്പോൾ ഒന്നാമതായി നമുക്ക് ചൊല്ലാനുള്ളത്. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതാനിരുന്നാൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ തേടണം. അതിനെന്താ പറയാ? അൽ ഇസ്തിആദ. അൽ ഇസ്തിആദ എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന വാചകത്തിനാണ് പറയുക. അതിലെന്തുണ്ട്? അല്ലാഹുവിൻ്റെ അല്ലാഹു എന്ന നാമമുണ്ട്. ഇനി ബസ്മല, എന്താ ബസ്മല എന്ന് പറഞ്ഞാൽ? ബസ്മല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായും പറയുന്നതിനാണ് ബസ്മല എന്ന് പറയാം. ബിസ്മില്ല എന്ന് മാത്രം പറയുന്നതിന് തസ്മിയ എന്നാണ് പറയാ. എന്താ പറയാ? തസ്മിയ. തസ്മിയത്ത് എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാ എന്ന് ചൊല്ലൽ. ബസ്മല എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ. അതിലൊക്കെ എന്തുണ്ട്? അല്ലാഹു എന്ന നാമമുണ്ട്. ഇനി തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിൻ്റെ നാമമുണ്ട്, അല്ലാഹു എന്ന നാമമുണ്ട്. അൽ ഹംദല, എന്താ ഹംദല? തഹ്മീദ് എന്നും പറയും, ഹംദല എന്നും പറയും. എന്തിന്? അൽഹംദുലില്ലാ എന്ന് ചൊല്ലുന്നതിന്. അതിലും അല്ലാഹുവിൻ്റെ അല്ലാഹു എന്ന നാമമുണ്ട്. തക്ബീർ, തക്ബീർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നതിനാണ് പറയുക. അതിലും അല്ലാഹുവിൻ്റെ അല്ലാഹു എന്ന നാമമാണ് വന്നിട്ടുള്ളത്. തസ്ബീഹ്, എന്താ തസ്ബീഹ്? സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്ന വാചകത്തിലും അല്ലാഹുവിൻ്റെ അല്ലാഹു എന്ന നാമമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹസ്ബല, ഹസ്ബല എന്ന് പറഞ്ഞാൽ എന്താ? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ചൊല്ലുന്നതിനാണ് അൽ ഹസ്ബല എന്ന് പറയുക. അതിലും അല്ലാഹുവിൻ്റെ അല്ലാഹ് എന്ന നാമം വന്നിട്ടുണ്ട്. ഹൗക്കല, ഹൗക്കല എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലുന്നതിനാണ് പറയുക. അതിലും അല്ലാഹുവിൻ്റെ അല്ലാഹു എന്ന നാമം വന്നിട്ടുണ്ട്. ഇനി നോക്കൂ, ഇസ്തിർജാ. ഇസ്തിർജാ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിലും അല്ലാഹുവിൻ്റെ അല്ലാഹു എന്ന നാമം വന്നിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ, എന്താ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ?
അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്നതിനാണ് പറയുക. അതിലും അല്ലാഹു എന്ന നാമം വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിൻ്റെ മഹത്വം ഓർക്കുന്ന ഏത് വാചകങ്ങൾ നാം ചൊല്ലുന്നുണ്ടോ അതിലൊക്കെ വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമം അള്ളാഹു എന്ന നാമമാണ് എന്നാണ് വിശ്വാസികളെ പറഞ്ഞതിൻ്റെ ചുരുക്കം. ആരാണ് അള്ളാഹു? ഖുർആൻ തന്നെ പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാധനക്കർഹനായി ആരുമില്ലാത്തവൻ, ആരാധനക്കർഹനായി മറ്റാരുമില്ലാത്തവൻ, അവനാണ് അല്ലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞ അർത്ഥം. വിശ്വാസികളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തേണ്ട ഒരു ആശയമാണ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വാചകമാണ്. കലിമത്തുൽ ഇഖ്ലാസ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകമാണ്. മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോൽ എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുള്ള വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ കുർസി എന്ന പേരിൽ അറിയപ്പെടുന്ന ആയത്ത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യും അൽ ഖയ്യൂം ഒക്കെ ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കണം. അതുപോലെ തന്നെ സൂറത്തു ആലി ഇംറാനിലെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. ഇവിടെയൊക്കെ അള്ളാഹു ആരാണ് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരും തന്നെ ഇല്ല എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സംസാരിച്ച രംഗം വിശുദ്ധ ഖുർആനിന്റെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് അല്ലാഹ് എന്ന് പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഹൽ അതാക ഹദീസ് മൂസാ ഇദ് റആ നാറാ ഫഖാല ലിഅഹ്ലിഹിം കുസൂ ഇന്നി ആനസ്തു നാറാ ലഅല്ലി ആതീകും മിൻഹാ ബികബസ് ഔ അജിദു അലന്നാരി ഹുദാ. ഓരോ ആയത്തോതി വിശദീകരിക്കണില്ല. അല്ലാഹു മൂസാ നബിയുടെ വൃത്താന്തം നിങ്ങൾക്ക് വന്നു കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഒരു പ്രകാശം കണ്ടു, ഒരു തീ കണ്ടു. അവിടെ കുടുംബത്തെ നിർത്തി ഞാൻ അവിടെ പോയി വരാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഫലമ്മാ അതാഹാ നൂദിയ യാ മൂസ, അല്ലയോ മൂസ എന്ന് വിളിയാളമുണ്ടായി. ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഞാൻ നിന്റെ റബ്ബാണ് മൂസ, ചെരിപ്പുകൾ അഴിക്കണം, നീ പരിശുദ്ധമായ തുവയിലാണ്, താഴ്വരയിലാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വഅനഖ്തർതുക ഫസ്തമി ലിമാ യുഹാ, നിന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നാമതായി പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹ് പറഞ്ഞ വാചകമാണ് നമ്മുടെ വിഷയവുമായി ബന്ധം. എന്താ? ഇന്നനീ അനല്ലാഹ്, ഞാനാണ് അല്ലാഹ്. മൂസ അല്ലാഹ് പറയാണ്, ഇന്നനീ അനല്ലാഹ്, ഞാനാണ് അല്ലാഹ്. മൂസ ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധ്യനില്ല. ഫഅ്ബുദിനി, അതുകൊണ്ട് എന്നെ ആരാധിക്കണേ. വഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തണേ മൂസ. സഹോദരങ്ങളെ, ഒരു പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ചപ്പോൾ അല്ലേ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് കലീമുല്ലാ എന്നാ പറയാ. കലീമുല്ലാ, അല്ലാഹ് നേരിട്ട് സംസാരിച്ചത് കൊണ്ട് വകല്ലമല്ലാഹു മൂസ തക്ലീമ, അല്ലാഹു മൂസാ നബിയോട് നേരിട്ട് സംഭാഷണം നടത്തി എന്നതുകൊണ്ട് കലീമുല്ലാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉലുൽ അസ്മിൽപ്പെട്ട മൂസാ നബിയോട് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നാമതായി അല്ലാഹ് പഠിപ്പിച്ചെടുത്തത് അല്ലയാണ് ഞാൻ എന്നാണ്. ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹ്, ഞാനാണ് നിന്റെ റബ്ബ്, ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് ഏതൊരു നല്ല കാര്യം ആരംഭിക്കുമ്പോഴും അല്ലാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കണം. ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നിരവധി ദിക്റുകളിൽ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്നതും വലിയ മഹത്വമുള്ളതും
ധാരാളം പ്രതിഫലവും പുണ്യവും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു വാചകമാണ് ബിസ്മില്ലാ. അള്ളാന്റെ നാമത്തിൽ. അള്ളാന്നാണ് അവിടെ പറയേണ്ടത്. അവിടെ ബിസ്മി റബ്ബ് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ ബിസ്മില്ലാ എന്ന് തന്നെ പറയണം. അള്ളാഹ് എന്നുള്ള നാമത്തിലേക്ക് ചേർത്തി തുടങ്ങണം. ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും എൻ്റെ റബ്ബിന്റെ നാമത്തിൽ എന്നല്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹുവിൻ്റെ നാമത്തിൽ, റഹ്മാന്റെ നാമത്തിൽ എന്നല്ല, പിന്നെ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഒന്നാമത്തെ പ്രഥമമായ പ്രധാനമായ നാമം കൊണ്ടാണ് അവയെല്ലാം ആരംഭിക്കേണ്ടത്. എന്നാൽ കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? നമ്മൾ അള്ളാഹ് പറഞ്ഞിട്ട് ഒരു കാര്യം തുടങ്ങിയാൽ, ഏതൊരു നല്ല കാര്യം ആരംഭിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിച്ചാൽ അത് കൂടുതൽ പ്രതിഫലാർഹമായി തീരുകയും ആ പ്രവൃത്തി ചെയ്യാൻ അള്ളാഹു എളുപ്പം തരികയും ചെയ്യും എന്നാണ്. ഇപ്പോൾ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ബിസ്മി ഓതിയാൽ ഖുർആൻ ഓതാനുള്ള ഒരു എളുപ്പം അള്ളാഹു തരും. നമ്മളൊരു കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്താൽ ആ കടയിൽ അള്ളാഹു ബറക്കത്ത് നമുക്ക് നൽകും. ഖുർആനിലെ 113 അധ്യായങ്ങൾ ആരംഭിക്കുന്നത് ബസ്മല കൊണ്ടാണ്. ഏത് സൂറത്തിലാ ഇല്ലാത്തത്? 9-ാം അധ്യായം സൂറത്തു തൗബ. സൂറത്തു തൗബ ഒഴികെയുള്ള എല്ലാ സൂറത്തുകളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബദഉതു ബിഔനില്ലാഹ് വതൗഫീഖിഹി വബറകതിഹി. അള്ളാഹുവിന്റെ സഹായം കൊണ്ട്, അവന്റെ തൗഫീഖ് കൊണ്ട്, അവന്റെ ബറക്കത്ത് കൊണ്ട് ഞാനിതാ ഇത് ആരംഭിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിർക്കൽ ചക്രവർത്തിക്ക് ഒരു കത്തെഴുതി. ആ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കത്തിന് മുകളിൽ എഴുതുകയും മിൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് വറസൂലിഹി ഇലാ ഹിർക്കൽ അലീമുർ റൂം, റോമന്റെ ബഹുമാന്യനായ ചക്രവർത്തി ഹിർക്കലിന് അള്ളാഹുവിൻ്റെ പ്രവാചകനും മുഹമ്മദുമായിട്ടുള്ള പ്രവാചകൻ എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആദ്യം ബിസ്മി എഴുതിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കത്തെഴുതിയത് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സബഉകാരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് എഴുതിയത്. ഈ ആശയങ്ങളെയും ഈ ആയത്തുകളെയും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മുൻകാല പ്രവാചകന്മാർ പോലും വ്യത്യസ്ത പ്രദേശങ്ങളിൽ വന്ന വിവിധ ഭാഷ സംസാരിച്ച ആളുകൾ പോലും ഒരേപോലെ പറഞ്ഞിരുന്ന അള്ളാഹുവിൻ്റെ നാമമാണ്, പറഞ്ഞോളിൻ, അള്ളാഹു എന്ന നാമം. എല്ലാ പ്രവാചകന്മാരും ഒരേപോലെ സമൂഹത്തെ പഠിപ്പിച്ചത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നാണ്. കാരണം ആ ഒരു നാമം സർവരാലും അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു നാമമായിരുന്നു എന്നാണ്. ഖുർആനിലെ സൂറത്തു നംലിലെ 30-ാമത്തെ ആയത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ കത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ സൂറത്തു നംലിൽ 2 ബിസ്മി ഉണ്ട് എന്നാ പറയാ അല്ലേ? ഒന്ന് തുടക്കത്തിൽ, സാധാരണ സൂറത്തിന്റെ തുടക്കത്തിൽ വരുന്ന ബസ്മലയും, അതുപോലെ തന്നെ ഇടയിൽ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന 30-ാമത്തെ ആയത്തും അപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം കപ്പൽ നിർമ്മിച്ചു. ശക്തമായ മഴ പെയ്തു. അടുപ്പുകളിൽ നിന്ന് പോലും ഉറവ് ജലം പൊട്ടിയൊഴുകി. എന്തിനാണ് ഇങ്ങനെ ഒരു കപ്പൽ ഉണ്ടാക്കുന്നത് എന്ന് പരിഹസിച്ചവർ ശക്തമായ മഴ കണ്ട് അത്ഭുതപ്പെട്ടു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചവർ ആ കപ്പലിൽ കയറി. മറ്റുള്ളവർ അതിൽ നിന്ന് വിട്ടുനിന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞു, വഖാല ഇർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്രിഹാ വമുർസാഹാ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. ഖുർആനിന്റെ 11-ാം അധ്യായം സൂറത്ത് ഹൂദിലെ 41-ൽ അല്ലാഹ് പറയാണ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ കയറിക്കോ, നിങ്ങളതിൽ കയറിക്കൊള്ളുക. അതിൻ്റെ ഓട്ടവും അതിൻ്റെ നൃത്തവും സഞ്ചാരവും നിയന്ത്രണവും അള്ളാഹുവിൻ്റെ പേരിലാണ്. ബിസ്മില്ലാ മജ്രിഹാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിൽ ആ വിഷയം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന, നമ്മെ വൃത്തികേടുകൾ ചെയ്യാൻ സഹായിക്കുന്ന, നമുക്ക് നന്മക്ക് തടസ്സം നിൽക്കുന്ന നമ്മുടെ വർഗശത്രുവാണ്, മുഖ്യ ശത്രുവാണ് പിശാജ്. ആ പിശാജിനെ ചെറുക്കാനുള്ള അള്ളാഹുവിൻ്റെ നാമം എന്താണെന്നറിയോ? അല്ലാഹ് എന്ന നാമമാണ്.
അല്ലാഹ് എന്ന നാമം കൊണ്ട് ആണ് പറഞ്ഞാൽ പിശാച് അങ്ങ് ചെറുതായി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരിക്കൽ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലിരുന്ന് യാത്ര പോവുകയായിരുന്നു. ഇടക്ക് ഒട്ടകം വിറളി പിടിക്കാൻ തുടങ്ങി. ഒട്ടകം ശരിക്ക് സഞ്ചരിക്കാതെ ഒന്നിങ്ങനെ തട്ടിമുട്ടി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, തഇസ ശൈത്വാൻ, വല്ലാത്തൊരു പിശാച് നശിക്കട്ടെ എന്ന് പറഞ്ഞു. ഫഖാൽ, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖുൽ തഇസ ശൈത്വാൻ, പിശാച് നശിക്കട്ടെ, പിശാച് തളരട്ടെ എന്ന രൂപത്തിൽ നീ പറയരുത്. ഫഇന്നക ഇദാ ഖുൽത ദാലിക്, നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തആലമ, പിശാച് ഒന്നും കൂടി വലുതാകും. ഹൗ, ഞാൻ നശിക്കട്ടെ എന്ന് പറയാൻ മാത്രമൊക്കെ ഞാൻ ഉണ്ട്, പിശാച് ഒന്നുകൂടി വലുതാകും. ഹത്താ യകൂന മിസ്ലൽ ബൈത്ത്, ഒരു വീട് പോലെ പിശാച് അങ്ങ് വലുതാകും. വയഖൂലു ബിഖുവ്വതി വലാകിൻ ഖുൽ, അപ്പോ വയഖൂലു പിശാച് പറയുകയും ചെയ്യും, ബിഖുവ്വതി, എൻ്റെ ശക്തി കണ്ടില്ല നിങ്ങൾ, എന്നെ നല്ലോണം പേടിയുണ്ട് എന്ന് പിശാച് പറഞ്ഞു വലുതാകും. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലാകിൻ ഖുൽ, മറിച്ച് നീ പറയേണ്ടത് ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമം നീ പറഞ്ഞോ, അല്ലാഹ് എന്ന നാമം നീ ഉച്ചരിച്ചോ. ഫഇന്നക ഇദാ ഖുൽത ദാലിക, അങ്ങനെ നീ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തസാഗറ, പിശാച് അങ്ങ് ചെറുതാകും, ചൂളിപ്പോകും. ഹത്താ യകൂന മിസ്ല ദുബാബ്, ഈച്ചയെ പോലെ പിശാച് അങ്ങ് ചുരുങ്ങും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്, പിശാച് നമ്മളങ്ങനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഒരു തോന്നൽ, ഒന്നും ശരിയാകണില്ലല്ലോ, ഒരു മടിയും അലസതയൊക്കെ ഉണ്ടോ പടച്ചോനെ, എന്താ ഇപ്പോൾ പഴയ പോലത്തെ റാഹത്തൊന്നും വരാത്തത്, എന്തോ ഒരു പൈശാചികത എൻ്റെ ജീവിതത്തിലുണ്ടോ, പഴയ പോലെ ഖുർആൻ ഓതാനും പഠിക്കാനും പാരായണം ചെയ്യാനും ദിക്റുകൾ ചൊല്ലാനും നിന്നെക്കൊണ്ട് കഴിയണില്ലേ എന്ന് തോന്നിയാൽ ബിസ്മില്ലാ ബിസ്മില്ലാ അല്ലാഹ് അല്ലാഹ് എന്ന നാമം കൊണ്ട് നാം ഉച്ചരിക്കുന്നുവെങ്കിൽ പിശാച് ചൂളിപ്പോവുകയും ചെറുതായി പോവുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഏറ്റവും നല്ല മന്ത്രത്തിന് പറ്റിയ വാചകമാണ് അള്ളാഹിൻ്റെ നാമം, അള്ളാഹ് എന്ന നാമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു. പെയിൻ കില്ലറാണ് ബിസ്മില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി റളിയല്ലാഹു അൻഹു അന്നഹു ശക്കാ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൻ യജിദുഹു ഫി ജസദിഹി മുൻദു അസ്ലമ. മുസ്ലിമായത് മുതൽ തൻ്റെ ശരീരത്തിൽ വേദനിക്കുന്ന ഒരു വേദനയെക്കുറിച്ച് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ആവലാതി പറഞ്ഞു. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. എന്താണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്? യദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക്, നിന്റെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് നീ കൈവക്കണം. എന്നിട്ടോ വകുൽ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് എന്ന് നീ അല്ലാഹ് എന്ന നാമം പറഞ്ഞുകൊണ്ട് നിന്റെ വേദനയുള്ള ഭാഗത്ത് നീ കൈവക്കണം എന്ന് 3 തവണ നീ പറയണം. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വകുൽ ബിസ്മില്ലാ സലാസൻ വകുൽ സബ്അ മർറാത്ത് അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് നീ സബ്അ മർറാത്ത് 7 തവണ പറയണം. ബിസ്മില്ലാ 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 എന്ന് 3 തവണയും അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് 7 തവണയും നീ പറയണം. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തു, പിന്നീട് എനിക്ക് ആ വേദന ഉണ്ടായിട്ടേയില്ല. സഹോദരങ്ങൾ, ആ ഒരു വിശ്വാസത്തോടെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിഷമങ്ങൾ തീർക്കുകയും അവൻ്റെ വേദന മാറ്റുകയും ചെയ്യും എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹ് എന്ന നാമം ഓർത്തിട്ട് വീട്ടുകണ് കയറി എന്താ സംഭവിക്കുക? അല്ലാഹ് എന്ന നാമം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താ സംഭവിക്കുക? സഹോദരങ്ങളെ, അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇദാ ദഖല റജുലു ബൈതഹു, ഒരാള് തൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു. ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി, കയറി പോകുമ്പോൾ അവൻ അല്ലാഹ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ബിസ്മില്ലാഹ് എന്നവൻ പറഞ്ഞു. വഇൻദ തുആമിഹി, പിന്നീട് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും ബിസ്മില്ലാഹ് എന്ന് അവൻ പറഞ്ഞു. ഖാല ശൈത്വാനു, പിശാച് അവൻ്റെ അനുയായികളോട് പറയും, ലാ മബീത ലക്കും വലാ അശാ,
നിങ്ങൾക്കിവിടെ ഭക്ഷണവുമില്ല, നിങ്ങൾക്കിന്നിവിടെ അന്തി ഉറങ്ങാനുള്ള സ്ഥലമില്ല. കാരണം അള്ളാഹിനെ ഓർത്തിട്ടാണ് ഈ മനുഷ്യൻ കയറിയിട്ടുള്ളത്. അള്ളാഹുവിനെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. വൈദാ ദഖല, ഒരു മനുഷ്യൻ കയറിപ്പോവുകയാണ്. ഫലം യദ്കുരില്ല, അല്ലാഹ് എന്ന വാചകം അവൻ പറഞ്ഞില്ല. ഇൻദ ദുഖൂലിഹി, അവൻ പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കാതെയാണ്, അള്ളാഹ് എന്ന നാമം ഉച്ചരിക്കാതെയാണ് കയറിപ്പോയത്. ഖാല ശൈത്വാൻ, അതോടുകൂടി പിശാച് മറ്റാളുകളോട് പറയും, അദ്റക്തുമുൽ മബീത്ത്, ഇന്ന് നമുക്കിവിടെ അന്തി ഉറങ്ങാനുള്ള സ്ഥലമായിട്ടുണ്ട്. പിശാചിനൊരു വിളയാട്ട കേന്ദ്രമാക്കിയിട്ട് നമ്മളെ വീടുകളെ നമ്മൾ മാറ്റരുത്. അള്ളാഹിനെ ഓർത്തുകൊണ്ട് വീട്ടിൽ കയറണം. അള്ളാഹു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറണം എന്നർത്ഥം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൈദാലം യദ്കുരില്ലാഹ ഇൻദ തുആമിഹി, ഭക്ഷണം കഴിക്കുമ്പോൾ കൂടി അള്ളാഹുവിനെ ഓർക്കാൻ അവൻ വിട്ടുപോയാൽ, ഖാല, പിശാചു പറയും, അദ്റക്തുമുൽ മബീത വൽ അശാ, രാത്രി ഉറങ്ങാനുള്ള സ്ഥലമുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് അവൻ പറയുമെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ബിസ്മില്ല എന്ന് അള്ളാന്റെ നാമത്തോടൊപ്പം ഒന്നും നമ്മളെ ഉപദ്രവിക്കൂല എന്ന. ലോകത്ത് ആകാശഭൂമികളിലെ ഒരു ജീവിയും നമ്മെ ഉപദ്രവിക്കാതിരിക്കാനുള്ള മാർഗം അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കലാണ്. രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു ദിക്റാണല്ലോ ബിസ്മില്ലാ അല്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. രണ്ട് നേട്ടങ്ങളാണ് അള്ളാഹുവിൻ്റെ നാമത്തോടൊപ്പം ഈ വാചകം അവൻ പറഞ്ഞാൽ അവന് കിട്ടാൻ പോകുന്നത്. ഒരു ഹദീസിൽ പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലം യദുറഹു ശൈഉൻ ഫിസ് സമാഇ വലാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള ജീവികളൊന്നും അവൻ ഉപദ്രവിക്കുകയില്ല, അള്ളാഹ് എന്ന നാമം അവൻ പറയുന്നുവെങ്കിൽ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ലം യുസിബുഹു ഫുജ്അത ബലാ, പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ അവനെ ബാധിക്കുകയില്ല എന്നാണ്. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ എന്തായിരുന്നാലും ഉണ്ടാകും, ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. പക്ഷേ പെട്ടെന്നുള്ള ചില പരീക്ഷണങ്ങൾ നമ്മുടെ ഈമാനിനെ തന്നെ നഷ്ടപ്പെടുത്തിയേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സ്വബർ ഇല്ലാതെയാകും. പടച്ചവന്റെ പേരിൽ പലതും നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു പോകും. പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായാൽ അതില്ലാതിരിക്കാനുള്ള മാർഗമാണ് ബിസ്മില്ലാ അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം എന്ന വാചകമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി നോക്കൂ നിങ്ങൾ, എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ഒരു വാചകമാണ് അല്ലാഹ് എന്ന നാമം. അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ കാന ജുൻഹുൽ ലൈലി ഔ അംസൈതും ഫകുഫു സിബിയാനകും, മഗ്രിബിന്റെ സമയമായാൽ നിങ്ങൾ പുറത്ത് കറങ്ങി നടക്കുന്ന കുട്ടികളെ വീട്ടിൽ പിടിച്ചു വെക്കണം, പുറത്തേക്ക് വിടാതെ വീട്ടിൽ ഒതുക്കി നിർത്തണം. ഫഇന്ന ശയാത്തീന തൻതശിറു ഹീനഇദിൻ, കാരണം അന്നേരം പിശാചുക്കൾ വ്യാപകമാകുന്ന നേരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല, മഗ്രിബിന്റെ ആ സമയം, ആ സന്ധ്യാസമയം അത് പിശാചിന്റെ സമയമാണ്. എന്നിട്ട് പറഞ്ഞു, ഫഅഗ്ലിഖു അൽ അബ്വാബ്, രാത്രിയിൽ നിങ്ങൾ വാതിലടക്കുമ്പോൾ വദുക്കുറുസ്മല്ലാഹ്, അല്ലാഹ് എന്ന നാമം നിങ്ങൾ ഓർക്കണം. അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹിന്റെ നാമം കൊണ്ട് നിങ്ങൾ വാതിലുകൾ അടക്കണം. ഫഇന്ന ശൈത്വാന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖൻ, അല്ലാഹ് എന്ന് പറഞ്ഞ് അടച്ച വാതിൽ പിശാച് തുറക്കുകയില്ല. നിങ്ങളുടെ വെള്ളപാത്രങ്ങൾ നിങ്ങൾ അടച്ചു വെക്കണം, അല്ലാഹ് എന്ന നാമം നിങ്ങൾ ഉച്ചരിക്കണം. പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം, അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ മൂടി വെക്കണം. കണ്ടോ, ഇവിടെയൊക്കെ പിശാചിനെ രക്ഷപ്പെടുത്താനുള്ള വലിയൊരു ഉപകാരമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അള്ളാഹു എന്ന നാമം ഉച്ചരിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ദീർഘമായി പറയേണ്ടതില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് ഇഷ്തകൈത, ഓ പ്രവാചകരെ, താങ്കൾക്ക് വല്ല പരാതിയുമുണ്ടോ, വല്ല ആവലാതിയും പറയാനുണ്ടോ? ഫഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, എനിക്കുണ്ട് വിഷമങ്ങളൊക്കെ. ഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ബിസ്മില്ലാ അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ
അല്ലാഹു യശ്ഫീക് ബിസ്മില്ലാഹി അർഖീക്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഇതാ നിനക്ക് ഞാൻ മന്ത്രിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നിനക്ക് ശിഫ നൽകും, അള്ളാഹു നിനക്ക് ശമനം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി മന്ത്രിച്ചു കൊണ്ടാണ് അവിടുന്ന് പോകുന്നത് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം സംഭവങ്ങളെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, ഇതിലെല്ലാം ഉള്ളത് അള്ളാഹു എന്ന നാമത്തിൻ്റെ മഹത്വമാണ്. ഇസ്മുൽ ജലാല, അള്ളാഹുവിൻ്റെ പ്രഥമ നാമമായ അള്ളാഹു എന്ന നാമത്തിൻ്റെ മഹത്വമാണ് ഇതിലെല്ലാം പഠിപ്പിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞ 10 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞ 10 കാര്യങ്ങൾ ധാരാളമുണ്ട്. അതിൽ ചിലതു മാത്രം നമ്മൾ ചൊല്ലുന്നതും ചെയ്യുന്നതുമായ 10 കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാണ്. 1, വുളു എടുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ നാമത്തിൽ വുളു എടുക്കണം. അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കൊണ്ട്, അതാണ് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാ, അള്ളാഹിൻ്റെ നാമം കൊണ്ട് എന്ന് പറയലാണ്. ബിസ്മില്ലാ എന്ന് പറയലാണ് അതിൻ്റെ മാതൃക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വുളു ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാതെ തുടങ്ങുന്ന വുളു അല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത്തേത്, വീട്ടിൽ നിന്നിറങ്ങുമ്പോഴാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പഠിപ്പിച്ച 2 പ്രാർത്ഥനകളും അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടും ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടുമാണ് വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ ഇറങ്ങേണ്ടത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്കൊന്ന് നോക്കും, ആകാശത്തേക്കൊന്ന് കണ്ണുകൾ ഉയർത്തും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രിന്റ് എടുത്തിട്ട് അർത്ഥസഹിതം മനഃപ്പാഠമാക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പ്രാർത്ഥന അൽഹംദുലില്ലാ ഇവിടെ അർത്ഥസഹിതം പ്രിന്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് ഈ ക്ലാസ്സിന് ശേഷം വിതരണം ചെയ്യുന്നതാണ്. ഏത് പ്രാർത്ഥന? പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടാൽ പഠിക്കൽ നിർബന്ധം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. ഏതാ? അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫിയ ഹുകുമുക അദ്ലുൻ ഫിയ ഖലാഉക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും അർത്ഥവും ഇൻഷാ അല്ലാഹ് ഇവിടെ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യും. കോപ്പിക്കനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും വരുമ്പോൾ ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ കൂടി നമ്മൾ പഠിച്ചു പോകണം. ആ കൂട്ടത്തിൽ നോക്കൂ, അല്ലാഹുമ്മ. എന്താ അല്ലാഹുമ്മാറിന് അർത്ഥം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, യാ അല്ലാഹ്. എന്താ അല്ലാഹുമ്മാറിന് അർത്ഥം? അല്ലാഹുവേ, യാ അല്ലാഹ്, ഇന്നി അഊദു ബിക അൻ അളില്ല, ഞാൻ പിഴച്ചു പോകുന്നതിൽ നിന്ന് നിന്നോട് രക്ഷ തേടുകയാണ്. ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഈ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഈ പ്രാർത്ഥന നിർവഹിക്കാതെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പോലും വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. നിങ്ങൾ ഉത്തരം പറയൊന്നും വേണ്ട, സ്വന്തത്തോടൊന്ന് ചോദിക്ക്, ഈ പ്രാർത്ഥന നിർവഹിച്ചിട്ട് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ? നമ്മൾ ഈ പ്രാർത്ഥന നിർവഹിച്ചിട്ട് ഒരു ദിവസം പുറത്തു പോയിട്ടുണ്ടോ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഈ പ്രാർത്ഥന നിർവഹിക്കാതെ ഒരൊറ്റ ദിവസം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പോയിട്ടേ ഇല്ല. അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ചൊല്ലിയിരുന്ന മറ്റൊരു ദിക്റാണ് ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന നാമം എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു സന്ദർഭം പള്ളിയിൽ പ്രവേശിക്കുമ്പോഴാണ്. ബിസ്മില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന വാചകം മാത്രം വന്നിട്ടുള്ള ഹദീസുകളുമുണ്ട്. സിയാദത്ത് അധികം വന്നിട്ടുള്ള ഹദീസുകൾ സ്വഹീഹാണെങ്കിൽ അധികം ചൊല്ലൽ നല്ലതാവും. അല്ലാഹുമ്മ
അല്ലാഹു മഫ്തഹലി അബുവാബ് റഹ്മത്തിക എന്ന് ചൊല്ലുന്ന ഹദീസ് സ്വഹിയാണ്. ബിസ്മില്ല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല എന്നുകൂടി പറഞ്ഞിട്ട് ചൊല്ലുന്ന ഹദീസും സ്വഹിയാണെങ്കിൽ കൂടുതലുള്ളത് ചൊല്ലുന്നതാണ് കൂടുതൽ നല്ലത് എന്നർത്ഥം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നും, കഴിക്കുമ്പോൾ ചൊല്ലാൻ മറന്നാൽ പോലും ബിസ്മില്ല അവ്വലഹു ആഖിറഹു എന്നോ ഫി അവ്വലിഹി വാഹിരിഹി എന്നോ ചൊല്ലണമെന്നും ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാ വൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് കയറണം എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരാൾ കിടക്കാൻ വേണ്ടി തൻ്റെ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അവാ അഹദുക്കും ഇലാ ഫിറാശിഹി ഫൽയഖുദ് ദാഖിലത ഇസാരിഹി ഫൽയംഫുൽ ബിഹാ ഫിറാശഹു വൽയുസമ്മില്ലാഹ് ഫഇന്നഹു ലാ യഅലമു മാ ഖൽഫഹു ബഅദഹു അലാ ഫിറാശിഹി. അവൻ്റെ വിരിപ്പെടുത്തിട്ടൊന്ന് കുടയണം, ബിസ്മില്ലാഹ് എന്ന് അവൻ പറയണം. കാരണം അവന് ഉപദ്രവമുണ്ടാക്കുന്ന വല്ല ജീവികളും ഉണ്ടോ എന്ന് അവൻ അറിയില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ ബിസ്മില്ലാ വഅലാ മില്ലത്തി വഅലാ സുന്നത്തി റസൂലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് ഖബറിലേക്ക് വെക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു ഉരുവിനെയും അറവ് നടത്തുമ്പോൾ ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അറവ് നടത്തണമെന്നും ഖുർആനിൽ സൂറത്തുൽ അൻആമിലെ 118 ഫകുലൂ മിമ്മാ ദുകിറ ഇസ്മുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കപ്പെട്ടതിനെ നിങ്ങൾ തിന്നുകൊള്ളുക എന്നും വലാ തഅകുലൂ മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്കുൻ എന്ന് സൂറത്തുൽ അൻആമിലെ 121 അള്ളാന്റെ പേര് ഉച്ചരിക്കാതെ അറുത്തതിനെ തിന്നരുത് എന്നുമൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് പ്രവേശിക്കേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നതിന് പുറമെ തന്നെ ബിസ്മില്ലാഹ് എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, സത്റുമാ ബൈനൽ ജിന്നി വ ഔറാത്തി ബനി ആദം ഇദാ ദഖലൽ കനീഫ് അയ്യഖൂല ബിസ്മില്ലാഹ്. ഒരാൾ ബാത്റൂമിലേക്ക് കയറി വസ്ത്രം കഴിക്കുമ്പോൾ അവൻ്റെ ഔറത്ത് ജിന്നു വിഭാഗം കാണാതിരിക്കാനുള്ള മറയിടലാണ് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പ്രവേശിക്കലെന്ന് ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അൽ അൽബാനി റഹിമഹുല്ല സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് ചൊല്ലുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം നോക്കൂ നിങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പോലും ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തന എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുണ്യകർമ്മം ചെയ്യേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു എന്ന നാമം ഓർമ്മപ്പെടുത്തുന്ന വാചകങ്ങളാണ് സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ അള്ളാഹുവിൻ്റെ മറ്റു നാമങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നാമങ്ങളിലൂടെയുള്ള ഈ പഠനം കൂടുതൽ ഫലപ്രദമാക്കി തരികയും ജീവിതം ക്രമീകരിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ നാമങ്ങൾ ഓരോന്നും പഠിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.